हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में ख़त्मुल मुरसलीन, दिल से है खुदा में ख़त्मुल मुरसलीन, ख़त्मुल मुरसलीन। ഔസുബില്ലാഹി മിനശ്ശൈത്താനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് 29 നവംബറാണ്. ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMTയുടെ അടിസ്ഥാനത്തിൽ ഈ സമയം 4:30 മണിയാണ്. പ്രിയ പ്രേക്ഷകരെ, ഇത് രാഹയോദയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, കാദിയാൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാം രാഹയോദയുടെ 4 എപ്പിസോഡുമായിട്ടുള്ള ഒരു സീരീസുമായിട്ടാണ് ഞങ്ങളുടെ മുമ്പായി വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഈ സീരീസിലെ 2ാമത്തെ എപ്പിസോഡാണ്. ഈ മുഴുവൻ സീരീസിലും നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു മഹത്തായ ഗ്രന്ഥം ബറാഹീനെ അഹ്മദിയ 5ാം ഭാഗത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുന്നത് പോലെ രാഹയോദ എന്ന പരിപാടി അത് ലൈവ് ആയതോടൊപ്പം തന്നെ ഒരു ഇൻട്രാക്റ്റീവ് പരിപാടിയാണ്. പ്രിയ പ്രേക്ഷകർ തങ്ങളുടെ ചോദ്യങ്ങൾ മുഖാന്തരം ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ സ്റ്റുഡിയോയിലുള്ള പണ്ഡിതന്മാരുടെ പാനലിൽ സമർപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ പണ്ഡിതന്മാർ അതിനുള്ള ഉത്തരം ഈ ഒരു പരിപാടിയിലൂടെ നൽകുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുമായി ബന്ധപ്പെടുവാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ സ്ക്രീനിൽ കാണപ്പെടുന്ന ഡീറ്റെയിൽസ് മുഖാന്തരം ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫോൺസ് ലൈൻ മുഖാന്തരവും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരവും ഫാക്സ് മെസ്സേജ് മുഖാന്തരവും ഇമെയിൽ മുഖാന്തരവും ബന്ധപ്പെടാവുന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, നമ്മോടൊപ്പം ഇന്ന് സംസാരിക്കുന്ന പണ്ഡിതന്മാരെ ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹമീദ് കോസർ സാഹിബ്, ബഹുമാനപ്പെട്ട മൗലാന ഷെയ്ഖ് മുജാഹിദ് ശാസ്ത്രി സാഹിബ്. നമ്മോടൊപ്പം ഈ 2 പണ്ഡിതന്മാർ ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. 2 പേരെയും ക്ഷണിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ബറാഹീനെ അഹ്മദിയ 5ാം ഭാഗം എന്നുള്ളത് ഇസ്ലാമിൻ്റെ സത്യതയും ആത്മീയ ശ്രേഷ്ഠതയുടെയും ഒരു വിളംബരമാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തെളിയിക്കുകയുണ്ടായി, ഇസ്ലാം മാത്രമാണ് ആ മതം. അള്ളാഹുലേക്ക് എത്തിക്കാൻ സാധ്യമാകുന്ന ആ ഒരു മതം ഇസ്ലാം മാത്രമാണ്. ഇത് സംബന്ധമായിട്ട് വിശുദ്ധ ഖുർആൻ്റെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും സത്യത അവിടുന്ന് തെളിയിച്ചു കാട്ടുകയുണ്ടായി. ആക്ഷേപകരുടെ ആക്ഷേപങ്ങൾക്ക് അവിടുന്ന് മറുപടി പറയുകയുണ്ടായി ഈ ഗ്രന്ഥം മുഖാന്തരം. ഇത് തന്നെയാണ് ഇസ്ലാം ജീവനുള്ള മതമാണ് എന്നുള്ളതിന് തെളിവായിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം ഞാൻ ബഹുമാനപ്പെട്ട ഹമീദ് കോസർ സാഹിബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ചില സമയങ്ങളിൽ ഏതെങ്കിലും നബി ചില ഇൽഹാം മനസ്സിലാക്കുന്നതിൽ ചില തെറ്റുകൾ പറ്റുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിൻ്റെ എന്ത് വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്? ജസാക്കുമുല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള നിയമം പറഞ്ഞിരിക്കുന്നു. വമാ കുന്നാ മുഅസ്സബീന ഹത്താ നബ്അസ റസൂല. നാം ഒരു റസൂലിനെയും അയക്കുന്നില്ല, പക്ഷേ അതിനുശേഷം അള്ളാഹു ഒരു ശിക്ഷ ഇറക്കുന്നുവെന്ന്. അതായത് എപ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നബി ഇറക്കുന്നു, 2 തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു. ഒന്ന് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും സുവാർത്ത നൽകുന്നതും, ഒന്ന് ശിക്ഷയെ സംബന്ധിച്ചുള്ള വാർത്തയും. ഇതുതന്നെയായിരുന്നു മസീഹ് ഇസ്ലാമുമായിട്ടുള്ള ബന്ധവും. ചില
സന്തോഷപരമായ സുവാർത്തയായിട്ടുള്ള പ്രവചനങ്ങളും നൽകുകയുണ്ടായി, താക്കീത് ചെയ്തുകൊണ്ടും ചില പ്രവചനങ്ങൾ നൽകുകയുണ്ടായി. ഭൂചലനങ്ങൾ സംബന്ധിച്ച് പ്രവചനം നൽകുകയുണ്ടായി. ഭൂചലനത്തിൻ്റെ ഭൂമികുലത്തിൻ്റെ പല അർത്ഥങ്ങളുമുണ്ട്. അൽ ഹർദത്തുൽ ഹസിയ ഒരു അർത്ഥം ഭൂചലനത്തിൻ്റെ യുദ്ധം എന്നും കൂടിയാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ പ്രവചനങ്ങൾ ബറാഹിനെ അഹമ്മദിയയിൽ 4 ഭാഗങ്ങളിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രവചനം അതിൽ ഇതാണ്: അള്ളാഹു പറയുകയുണ്ടായി, ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക. അതായത് അള്ളാഹുവിൻ്റെ പ്രതാപം പർവ്വതത്തിൽ ഇറക്കപ്പെട്ടപ്പോൾ അത് നമ്രമായി പൊട്ടിക്കീറുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിന് ഈ ഒരു ഇൽഹാം ഇറക്കപ്പെട്ടപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്താണ് ഇതിൻ്റെ വിശദീകരണമെന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് ആദ്യത്തെ ഇതിൻ്റെ തഫ്സീർ ഇത് ചെയ്തു. ജബൽ എന്നുള്ളതിൻ്റെ അർത്ഥം, അതായത് പർവ്വതം കൊണ്ടുള്ള അർത്ഥം, അതായത് ബുദ്ധിമുട്ടുകളുടെ പർവ്വതങ്ങൾ, അത് അള്ളാഹു അവൻ്റെ പ്രതാപം കാരണം അതിനെ പൊട്ടിക്കീറിക്കളയുമെന്ന്, നശിപ്പിച്ച് കളയുമെന്ന്. കാലഘട്ടം കടന്നുപോയി. അതിനുശേഷം 4 ഏപ്രിൽ 1905 ഭൂചലനം സംഭവിക്കുകയുണ്ടായി. ഭൂചലനം സംഭവത്തിന് ശേഷം ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം വീണ്ടും ഈ ഇൽഹാമിനെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, ഈ ഇൽഹാമിനെ സംബന്ധിച്ച് ഞാൻ ബറാഹിനി അഹമ്മദിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ അർത്ഥം ഭൂചലനമാണ് എന്ന്. ഈ സമയത്ത് വന്ന ഭൂചലനം, അതുപോലെ തന്നെ 2 നാശനഷ്ടങ്ങൾ അതുണ്ടാക്കി എന്ന്. ഇത് 18 ഏപ്രിൽ 1905 വിളംബരപ്പെടുത്തിയപ്പോൾ ഈ ഒരു കാര്യം മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയും അതുപോലെ തന്നെ മറ്റ് പണ്ഡിതന്മാരും ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. ഈ പ്രവചനമാണ് ഇതിൻ്റെ അടിസ്ഥാനമെങ്കിൽ ഈ ഒരു ഭൂചലനം, പക്ഷേ 21 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞു എന്ന് താങ്കൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് അത് ബുദ്ധിമുട്ടുകളുടെ പർവ്വതമാണ് എന്നാണല്ലോ അതിന് വിശദീകരണം നൽകിയത്. ഇപ്പോൾ എന്താ താങ്കൾ ഇങ്ങനെ അതിന് അർത്ഥം കൊടുക്കുന്നതെന്ന്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കേട്ടപ്പോൾ ദുഃഖിതനായി. ഒരു നല്ലൊരു കാര്യം ഇവർ ജനങ്ങളുടെ ഇടയിൽ അതിനെ തെറ്റായ അർത്ഥം ജനങ്ങൾ കൊടുത്തിരിക്കുന്നുവെന്ന്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ബറാഹിൻ അഹമ്മദിയ 5-ാം ഭാഗത്തിൽ ഇതിന് ഉത്തരം നൽകിയിരിക്കുന്നു. അവിടുന്ന് പറയുകയുണ്ടായി, നിങ്ങൾ നോക്കുക, ഞാൻ 21 വർഷം മുന്നേ ഈ കാര്യം പറഞ്ഞപ്പോൾ അവിടെ എഴുതിയപ്പോൾ അത് ഞാൻ ആദ്യത്തെ തഫ്സീർ എൻ്റെ ഉള്ളിൽ വന്ന എനിക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞത്. ഇനി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ അർത്ഥം അതാണ് ഞാൻ വെക്കുന്നത്. അതിൻ്റെ അർത്ഥം ഭൂചലനമാണ്. അവിടുന്ന് പറയുകയുണ്ടായി, നിങ്ങൾ നോക്കുക, നബി സ്വന്തം ഭാഗത്തുനിന്ന് ഒരു കാര്യം പറയുന്നില്ല. എങ്ങനെയാണോ ഇൽഹാം നൽകപ്പെടുന്നത് അതുപോലെ അവൻ അതിനെ വിവരിക്കുന്നു. അത് അള്ളാഹുവിനെ സംബന്ധിച്ച് പ്രത്യേക അർത്ഥം അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനെ വിവരിക്കുന്നു. അല്ലെങ്കിൽ അവൻ എന്താണ് അതിനെ മനസ്സിലാക്കുന്നത് അത് വിവരിക്കുന്നു. ഞാനെന്താ അതിൽ നിന്ന് മനസ്സിലാക്കിയത് അത് അതിൽ നിന്ന് പറയുകയുണ്ടായി. ഇത് ജനങ്ങൾക്ക് വേണ്ടി ഒരു പരീക്ഷണത്തിനാണ് അള്ളാഹു ഇറക്കുന്നത്. അവർ നബിയുടെ കാര്യങ്ങൾ ശ്രവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. എന്തായാലും ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഉത്തരം നൽകുകയുണ്ടായി, ഇതിനെ ഇജ്തിഹാദി ഗലത്തി, അതായത് സ്വാഭിപ്രായ തെറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ കൂടെയും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ അടയാളം, ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയാണ് അവിടുന്ന് നൽകിയത്, ജീവിതത്തിൽ നിന്നാണ് നൽകിയത്. അവിടുന്ന് പറയുകയുണ്ടായി, റസൂലേ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 6 ഹിജ്രിയിൽ സ്വപ്നം കാണുകയുണ്ടായി, ഞാൻ ബൈത്തുള്ള തവാഫ് ചെയ്യുന്നതായിട്ട്. അങ്ങനെ സ്വപ്നം കണ്ടപ്പോൾ അവിടുന്ന് തൻ്റെ സഹാബാക്കളോട് പറയുകയുണ്ടായി, സിൽഖാദയുടെ മാസമായിരുന്നു, നമുക്ക് കാബയെ തവാഫ് ചെയ്യാമെന്ന് പറയുകയുണ്ടായി. 1400 സഹാബാക്കൾ തയ്യാറാവുകയുണ്ടായി. നാം ഒരു വാളും കൊണ്ട് മാത്രം നാം പോകാമെന്ന്, കാരണം അള്ളാഹു എനിക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. അങ്ങനെ സഹാബാക്കളുമായിട്ട് അവിടുന്ന് യാത്ര ആരംഭിക്കുകയുണ്ടായി. അവിടുന്ന് ഈ ഒരു ദൃഢവിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് ആ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു എനിക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമെന്ന്.
ആ ഒരു ദൂരെയുള്ള യാത്ര അത് ചെയ്തുകൊണ്ട് അവിടുന്ന് മക്കേൻ്റെ അടുത്ത് 7-8 കിലോമീറ്ററുകൾ മുന്നേ അവിടെ എത്തുകയുണ്ടായി. ഹുദൈബിയയിൽ അവിടെ തടയപ്പെടുകയുണ്ടായി. ബൈത്തുള്ളയുടെ തവാഫ് ചെയ്യുന്നതിൽ നിന്ന് തടയപ്പെട്ടപ്പോൾ ഒരു വലിയ ഒരു തർക്കം അവിടെ ആരംഭിക്കുകയുണ്ടായി. ഹുദൈബിയ സന്ധ്യ സംഭവിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്ത് പോവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നത്തിൽ അള്ളാഹു വാഗ്ദാനം നൽകിയപ്പോൾ പിന്നെ എന്തിനാണ് നാം ഇവിടെ തടയപ്പെടുന്നതെന്ന്, നമ്മൾ എന്തിനാണ് ഈ സന്ധി ചെയ്യുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖായിരുന്നു. അദ്ദേഹം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്, ഞാൻ അതിൽ പരിപൂർണമായിട്ട് യോജിക്കുന്നു, എനിക്കൊരാക്ഷേപവുമില്ല എന്നവിടുന്ന് പറയുകയുണ്ടായി. നിനക്ക് ചോദിക്കണമെങ്കിൽ പോയി ചോദിച്ചോ എന്ന്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പോവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശബ്ദത്തിൽ ഹാജരാവുകയുണ്ടായി. ചോദിക്കുകയുണ്ടായി, താങ്കൾ സ്വപ്നം കണ്ടപ്പോൾ ഇസ്ലാം യഥാർത്ഥ മതമാണ്, താങ്കളുടെ വഹി സത്യമാണ്, പിന്നെ എന്തിനാണ് നാം ഈ ഒരു സന്ധി ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല, ഈ വർഷം തന്നെ നാം തവാഫ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇതേ വർഷം ഇനി നിങ്ങൾ ആ സമയത്ത് തിരുമനസിന്, അതായത് ആ സമയത്ത് തിരുമനസിന് ഇത് പറഞ്ഞു കൊടുക്കപ്പെട്ടു. അള്ളാഹു അതായത് ഈ ഒരു പ്രവചനം അത് ഈ ഒരു വർഷത്തായിരിക്കില്ല എന്ന്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഒരു അഭിപ്രായമായിരുന്നു ആദ്യത്തേത്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യാത്ര തിരിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, മാ ശഖത്തു ഫിൽ ഇസ്ലാം ഇല്ലാ സാലിക്കൽ യൗം, അതായത് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരിക്കലും എനിക്ക് സംശയം ഉണ്ടായിട്ടില്ല, പക്ഷേ ആ ഒരു ദിവസം ഈ ഒരു സന്ധി നടന്നപ്പോൾ അടുത്ത വർഷം അതിനുശേഷവും മക്ക വിജയിച്ചപ്പോൾ യഥാർത്ഥ രീതിയിൽ തവാഫ് നടന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ എല്ലാ സംശയവും അവസാനിക്കുകയുണ്ടായി. അപ്പം ഈ ഒരു സ്വഭാഭിപ്രായത്തിൻ്റെ തെറ്റ് അത് മുസ്ലിം ഇസ്ലാം പറയുകയുണ്ടായി. മൗലവിമാർ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയുണ്ടായി. 20-21 വർഷങ്ങൾക്ക് ശേഷമാണ് മുസ്ലിം ഇസ്ലാമിന് അതിൻ്റെ അർത്ഥം യഥാർത്ഥ അർത്ഥം പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അത് മുസ്ലിം ഇസ്ലാം പറയുകയുണ്ടായി വിശദീകരിച്ചുകൊണ്ട്, അത് ആ പണ്ടത്തെ പറഞ്ഞ അർത്ഥം അത് എൻ്റെ സ്വന്തം അഭിപ്രായമായിരുന്നു, ഇനി അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അർത്ഥം അത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇത് ഒരു വലിയ ഒരു പരീക്ഷണമാണ്. ആരാണോ ബലഹീന ഹൃദയരായിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ട്, ആരാണോ സുദൃഢമായിട്ടുള്ള ഈമാൻ വെക്കുന്നത് അവർ നബിയുടെയും ഖലീഫയുടെയും പിന്നിൽ ചലിക്കുന്നു. എന്താണോ അദ്ദേഹം പറയുന്നത്, എന്താണോ അദ്ദേഹം ചെയ്യുന്നത്, ആമന്ന സദ്ദഖ്ന എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നതാണ്. ഒരു തഫ്സീറോ ഒരു അതിനുള്ള മറ്റുള്ള വ്യാഖ്യാനങ്ങളോ അതിന് നൽകുന്നില്ല എന്ന്. അപ്പോൾ ഇത് അഭിപ്രായത്തിൻ്റെ തെറ്റ് അത് പ്രവാചകന്മാർക്ക് സംഭവിക്കുന്ന കാര്യമാണെന്ന് അവിടുന്ന് പറയുകയുണ്ടായി. ജസാക്കുമുല്ലാഹു അഹ്സനുൽ ജസാ. രണ്ടാമത്തെ ചോദ്യം എൻ്റെ സയ്യിദന മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം എഴുതുന്നു, ഈ പ്രസ്ഥാനം അള്ളാഹുവിൽ നിന്ന് സ്ഥാപിതമായിട്ടല്ലെങ്കിൽ ഇത് എന്നേ നശിച്ചു പോകുമായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, സയ്യിദന മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം തൻ്റെ സത്യത്തിനുള്ള തെളിവുകൾ അത് എന്തൊക്കെയാണ്, അത് ചുരുങ്ങി വിവരിക്കാമോ? ജസാക്കുമുല്ലാഹു അഹ്സനുൽ ജസാ. അള്ളാഹു ഒരാളെ നിയോഗിക്കുമ്പോൾ, പ്രവാചകനായി നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് അടയാളങ്ങൾ അള്ളാഹു പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സത്യത ലോകത്ത് പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നു. ഇത് സംഭവിക്കുന്നത് ലോകത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു ഏതൊരാളെയാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് സത്യത ലോകത്ത് വെളിപ്പെടണമെന്നുള്ളതാണ്. ഈ നിയമത്തിലേക്ക് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. സൂറ മുഅ്മിൻ 40-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ യൗമ യഖൂമുൽ ഹിസാബ്. നാം നമ്മുടെ റസൂൽമാരെ അതുപോലെ തന്നെ വിശ്വാസികളെ ഈ ലോകത്ത് നമ്മൾ സഹായിക്കുന്നു.
കണക്കെടുക്കുന്ന ദിവസത്തിൽ നമ്മൾ സഹായിക്കുന്നതാണ്. അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകർ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് സാബ് ഖാദിയാനി അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ അതുപോലെ തന്നെ തിരുമേനിയുടെ പ്രവചനം അനുസരിച്ചും ഈ കാലഘട്ടത്തിലെ പ്രവാചകനാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉമ്മത്തി നബിയാണ്. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് അള്ളാഹു അനേകം അടയാളങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സമയത്തിന് പരിമിതി കണക്കിലെടുത്തുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം കണക്കിലെടുത്തുകൊണ്ട് ബറാൻ അഹമ്മദിയ 5-ാം വാള്യത്തിലെ ചില കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. ഒന്നാമതായിട്ടുള്ള അടയാളം ബറാൻ അഹമ്മദിയയിൽ ഈ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള 5-ാമത് പറഞ്ഞിട്ടുള്ള അടയാളങ്ങൾ അതിതാണ്: അള്ളാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെടുന്ന വ്യക്തി അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ സത്യതയും ജനഹൃദയങ്ങളെ രൂഢമൂലമാക്കുന്നു. അമ്പിയാക്കളുടെ ശൃംഖലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ഒരു വ്യക്തിയായിരിക്കും, വ്യക്തിയുടെ ശബ്ദമായിരിക്കും, ദുർബലമായ ശബ്ദമായിരിക്കും. എതിരാളികൾ വിചാരിക്കും ഈ ശബ്ദത്തെ നമുക്ക് അടിച്ചമർത്താമെന്ന്. എന്നാൽ അവർ ശക്തി പ്രയോഗിച്ചുകൊണ്ട് അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അള്ളാഹു സ്വയം തന്നെ ആ ശബ്ദത്തെ വ്യാപിപ്പിക്കുകയും അതുപോലെ തന്നെ പല മാർഗങ്ങളിലൂടെ അതിനെ വ്യാപിച്ചു കൊണ്ടേ പോകുന്നു. അതുപോലെ സത്യാത്മാക്കൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചുറ്റും കൂടുകയും ആ ശബ്ദം പിന്നീട് അതൊരു ശബ്ദമല്ല, അതൊരു പ്രസ്ഥാനമായി തീരുകയും ചെയ്തു. അങ്ങനെ ആ പ്രസ്ഥാനം ലോകത്ത് പ്രചരിക്കാൻ തുടങ്ങി. അത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഇത് വിളംബരപ്പെടുത്തിയപ്പോൾ ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള നിയോഗിതനായ ആളാണെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകനാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ ജനഹൃദയങ്ങളിൽ അള്ളാഹു രൂഢമൂലമാക്കുകയാണെങ്കിൽ അത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു പല കാര്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലയോ ജനങ്ങളെ, നിങ്ങൾ കേട്ടുകൊള്ളുക, ഇത് ആകാശഭൂമികൾ സൃഷ്ടിച്ചവൻ്റെ ശബ്ദമാണിത്. അവൻ ഈ ജമാഅത്തെ എല്ലാ രാജ്യങ്ങളിലും പ്രചരിപ്പിക്കുന്നതാണ്. തസ്കിറത്ത് ഷാത്തിനുള്ള ഉദ്ധരണിയാണിത്. മറ്റു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു എനിക്ക് വീണ്ടും വീണ്ടും അറിയിച്ചിരിക്കുന്നു, അവൻ എന്നെ വളരെയധികം മഹത്വം നൽകുന്നതാണ്, എന്നോടുള്ള സ്നേഹം ജനഹൃദയങ്ങളെ രൂഢമൂലമാക്കുന്നതാണ്, എൻ്റെ പ്രസ്ഥാനത്ത് മറ്റെല്ലാ ലോകത്തും പ്രചരിപ്പിക്കുന്നതാണ്, അവൻ എന്നെ സംബോധന എന്തുകൊണ്ട് പറഞ്ഞു, ഞാൻ എനിക്ക് അനുഗ്രഹങ്ങളും അനുഗ്രഹം നൽകുന്നതാണ്. ഏതുപോലെ രാജാക്കന്മാർ വരെ നിൻ്റെ വസ്ത്രത്തിൽ നിന്ന് അനുഗ്രഹം തേടുന്നതായിരിക്കും. അത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജീവിതത്തിൽ തന്നെ ഈ പ്രവചനം പൂർത്തിയാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുകയുണ്ടായി. അവിടുന്ന് അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, തൻ്റെ കവിതകളിൽ ഒരുപാട് എനിക്കൊരു പ്രസ്ഥാനം നൽകുകയുണ്ടായി, എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്ന പ്രശ്നം നൽകിയതിനുള്ള നന്ദി പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നു തൻ്റെ ഒരു കവിതയിൽ, ഈ അവൻ്റെ ഒരു തുള്ളി അനുഗ്രഹം അതൊരു നദിയാക്കി തീർന്നു, ഞാൻ പൊടിയായിരുന്നു, അവൻ എന്നെ സുരയാക്കി തീർത്തു. വഫാത്തായത് മുസ്ലിം 1908 125 വർഷം കഴിഞ്ഞു. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ പ്രസ്ഥാനം, അഹമ്മദിയ പ്രസ്ഥാനം, ഖാദിയാനിലെ വിജനമായ ഇന്ന് പുറപ്പെട്ട ആ പ്രസ്ഥാനം അത് ഇന്ന് ലോകം മുഴുവനും ഇസ്ലാമിൻ്റെയും അഹമ്മദിയത്തിൻ്റെയും പ്രബോധനം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ മറ്റൊരു സത്യം മറ്റെന്താണ്? അതുപോലെ തന്നെ ഇതേ ഗ്രന്ഥത്തിൽ നിന്ന് ബറാൻ അഹമ്മദ് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആശയം പറയുന്നു. തൻ്റെ സത്യവുമായി ബന്ധപ്പെട്ടിട്ട് ലോകത്ത് എത്രയൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവരുടെ സത്യത്തിനുള്ള എന്തൊക്കെ അടയാളങ്ങൾ അള്ളാഹു വിവരിച്ചിട്ടുണ്ടോ ആ അടയാളങ്ങൾക്കുള്ള അള്ളാഹു എനിക്കായിട്ട് അള്ളാഹു അത് കാണിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, സൂറ അൽ മുജാദിലിൽ 22 കതബല്ലാഹു ലഗ്ലിബന്ന അന വറസുലി ഇന്നല്ലാഹ കവിയുൻ അസീസ്. അതായത് അള്ളാഹു എഴുതിയിരിക്കുകയാണ്, അള്ളാഹു വിധിച്ചിരിക്കുകയാണ്, അള്ളാഹു നിർബന്ധമാക്കി വെച്ചിരിക്കുകയാണ്, ഞാനും എൻ്റെ ദൂതന്മാരും തീർച്ചയായും വിജയശ്രീലാളിതരായി തീരുമെന്നത്. അള്ളാഹു ശക്തിയുള്ളവനാണ്, അള്ളാഹു പ്രതാപവാനുമാണ്. മറ്റൊരു സംഗതി അള്ളാഹു പറയുന്നത്, ഒരു കാര്യം തൻ്റെ ഭാഗത്തു നിന്ന് കെട്ടിച്ചമച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നബി അല്ലാത്ത ഒരാളെ കെട്ടിച്ചമച്ച് പറയുകയാണെങ്കിൽ സൂറ അൽ ഹഖൽ അള്ളാഹു പറയുന്നു, അള്ളാഹു അയാൾ നശിപ്പിക്കുന്നതായിരിക്കും. ഈ രണ്ട് ആശയങ്ങളെയും നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ സത്യപ്രവാചകൻ എപ്പോഴും വിജയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വ്യാജൻ തൻ്റെ ഭാഗത്തു നിന്ന് കെട്ടിച്ചമച്ച് പറയുന്നതാണ്, അവൻ നശിക്കുന്നതായിരിക്കും. അത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജീവിതം മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ സത്യം നിങ്ങൾ നോക്കുക, നിങ്ങൾ കൂടുതൽ നോക്കേണ്ടതില്ല.
ഒരൊറ്റ വശത്തിലൂടെ നോക്കിയാൽ അത് വിശുദ്ധ ഖുർആൻ്റെ ഈ പഹലു, അതായത് ആദ്യം മുതൽ ഇന്ന് ഈ ഒരു നൂറ്റാണ്ടിൽ ലോകത്ത് എന്തൊക്കെ മഹാമാറ്റങ്ങൾ പരിവർത്തനങ്ങൾ ഉണ്ടായി, രണ്ട് ലോക മഹായുദ്ധങ്ങൾ ഉണ്ടാവുകയുണ്ടായി, ഒരുപാട് രോഗങ്ങൾ വ്യാപിക്കുകയുണ്ടായില്ല. കൊറോണ എന്ന് പറയുകയാണെങ്കിൽ ജമാഅത്ത് അഹമ്മദിയ എൻ്റെ സാമ്പത്തിക ത്യാഗത്തിൻ്റെ ആ സ്ഥാനം അത് മുന്നോട്ട് തന്നെ ഗമിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും. ഇതും ജമാഅത്തിൻ്റെ സത്യത്തിനുള്ള അവൻ സാമ്പത്തികത്തിനുള്ള ഒരു ഇച്ഛയുണ്ടാക്കും ജനങ്ങളുടെ ഹൃദയത്തിൽ. മറ്റൊരു മഹത്തായ അടയാളം അത് 1994 അത് റംസാൻ മാസത്തിൽ പ്രകടമായ ഒരു പ്രത്യേക ദിവസങ്ങളിൽ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ ഉണ്ടായതാണ്. ഈ അടയാളങ്ങളൊക്കെ തന്നെ അത് നമ്മൾ വളരെ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സത്യത അംഗീകരിക്കാതെ തരമില്ല. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ബറാന അഹമ്മദിയയിൽ മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അദ്ദേഹം വലിയ എതിരാളിയായിരുന്നു, അത് പറയുന്നു, മറ്റെല്ലാ എതിരാളികളും അഭിസംബോധന പറയുന്നു, ഹുസൂർ തൻ്റെ സത്യത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു. ഹുസൂർ പറയുന്നു, അവസാനം മൗലവി അബൂ സയ്യിദ് മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയെ ഞാൻ ഉപദേശിക്കുകയാണ്, താങ്കൾ അവസാന പ്രായത്തിലെത്തിയിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനെതിരെ പലതരം കുതന്ത്രങ്ങൾ ആവശ്യിക്കുന്നതെന്ന് ഉപേക്ഷിക്കുക. നിങ്ങൾ ഒരുപാട് ശക്തി ചെലുക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളും പ്രകടിപ്പിച്ചു, ഈ പ്രകാശത്തെ അണച്ചു കളയാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള പ്രവർത്തനത്തിൽ, എന്നാൽ അവസാനം നിങ്ങൾ പരാജയപ്പെടുകയാണുള്ളത്. ഞാൻ കട്ടുകെട്ടുകാരനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിജയിക്കാൻ സാധിക്കുമായിരുന്നു. ഇതാണ് യഥാർത്ഥ ഉദാഹരണം. ഞാൻ കട്ടുകെട്ടനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വിജയം ലഭിക്കും, എന്നാൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. എല്ലാ ദിവസവും അള്ളാഹുവിൽ കളവ് പറയുന്നവൻ ഇത് അള്ളാഹുവിൻ്റെതാണ് എന്ന് കട്ടുകെട്ടി പറയുന്നവർ, ഈ വഹി എനിക്കുണ്ടായി എന്ന് പറയാം, അങ്ങനെയുള്ള വ്യക്തി നായകളെക്കാളും പന്നികളെക്കാളും നികൃഷ്ടനാണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹു ഇത് മനുഷ്യൻ്റെതായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ ഇത് ഇന്ന് ലോകത്ത് അവശേഷിക്കുമായിരുന്നില്ല. 25 അല്ല അതിലേത് കാലമായി ഞാൻ വാദം ഉന്നയിച്ചിരുന്നു, ഞാൻ അള്ളാഹു എന്നുള്ളതാണെന്ന് ഞാൻ വാദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരാൾക്ക് ഞാൻ അള്ളാഹു എന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ശ്രമങ്ങൾ എന്നെ നശിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ സ്വയം കറ്റുകൊണ്ട് തന്നെ ഞാൻ നശിച്ചു പോകുമായിരുന്നു. ഈ കാര്യം ബുദ്ധിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു കറ്റുകെട്ടുകാരനെ ഇത്രയധികം കാലഘട്ടം ലഭിക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ കാലം കിട്ടുക സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ലോകത്ത് സമാധാനം തന്നെ ഇല്ലാതായി പോകുമായിരുന്നു. അങ്ങനെ സത്യവാൻ അസ്തിവാൻ തമ്മിൽ ഒരു പ്രമാണം ഇല്ലാതായി തീരുമായിരുന്നു. ബറാന അഹമ്മദിയ വാള്യമഞ്ച്. ഇതാണ് ചുരുക്കത്തിൽ അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ സത്യതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഖലീഫ ഖലീഫത്തുൽ മസീഹ് ഖാമിസ് ബിൻ ഇസ്ൽ അസീസ് ലോകം മുഴുവനും ഈ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ സത്യത്തെ അഹമ്മദിയത്തിൻ്റെ സുന്ദരമായ അധ്യാപനങ്ങളെ ലോകത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസാക്കുമുല്ലാ ഹസന. എൻ്റെ ഈ പ്രോഗ്രാമിൽ ഒരു ടെലിഫോൺ കോളറുണ്ട്. ജർമ്മനിയിൽ നിന്ന് മുഹത്തറമ ഖാലിദ റാണ സാഹിബ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് അവരുടെ ചോദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹത്തറമ ഖാലിദ റാണ സാഹിബ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരുപാട് നിങ്ങളെല്ലാ ടീമിനും സലാം. ഈ പ്രോഗ്രാം എൻ്റെ ചോദ്യം ഇതാണ്. ആദ്യം മുജിദ്ദാണെന്ന് മീർസ സാഹിബ് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ആദമാണെന്ന് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ മൂസയാണെന്ന് പറഞ്ഞു. നസ്ലെ എൻ്റെ ഒറ്റ ഒരുപാട് തലമുറകളുണ്ട് എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ജസാക്കുമുല്ലാ. ഞാൻ ഷെയ്ഖ് മുഹമ്മദ് മുഷാഹിദ് സാഹിബ് ഷാഹിദിനോട് ഇതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം ഇതാണ്. സയ്യിദനാ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കവിതയുണ്ട്. मैं कभी आदम कभी याकूब हूँ, नीज़ इब्राहिम नस्ल है मेरे बेशुमार.
ചോദ്യം ഇതാണ്, അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ കൗമിലേക്കും എല്ലാ ലോകത്തിനും വേണ്ടിയുള്ള നബിയാണെങ്കിൽ ഇതിൻ്റെ മറുപടി എന്താണ്? ജസാക്കുമുല്ലാഹ് ജസാ. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കാമിനെ സംബന്ധിച്ചും പദവിയെ സംബന്ധിച്ചും നോക്കുകയാണെങ്കിൽ ഓരോ പദവി അനുസരിച്ചും സമയത്തിനനുസരിച്ച് ഞാൻ മറുപടി പറയാം. സൂറ ജുമയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി രണ്ടാം നിയോഗത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആദ്യത്തെ നിയോഗത്തിൽ റഹ്മത്തുൽ ആലമീനായിരുന്നു, എല്ലാ ലോകത്തിന് കാരുണ്യമായിരുന്നു. എന്നാൽ രണ്ടാം നിയോഗത്തിൽ വാഖിരിഹും ലമ്മാ യൽഹഖു ബിഹിം അതും മുഴുവൻ ലോകത്തിനും വേണ്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ദർജ നോക്കുക, അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വഹിയിൽ എന്താണ് അഭിസംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്? അത് മസീഹ് അലൈഹി സ്വലാത്തുവിൻ്റെ വളരെ ലോകത്തൊരു നദീർ വന്നു, താക്കീതുകാരൻ വന്നു. എന്നാൽ ലോകം അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുന്നതായിരിക്കും. ശക്തിമത്തായ ആക്രമണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സത്യത്തെ ലോകത്തെ പ്രകടിപ്പിക്കുന്നതാണ് എന്ന ഇൽഹാം മസീഹ് അത് ഹക്കീഖത്തുൽ വഹിയിലും ഇത് വന്നിട്ടുണ്ട്. ബറാൻ അഹമ്മദിയിലെ വെളിപാടാണ്. ഇതിൽ ലോകത്ത് ഒരു താക്കീതുകാരൻ വന്നു. അത് ഏതെങ്കിലും പ്രദേശത്തേക്കല്ല, അത് മൊത്തം മുഴുവൻ ലോകത്തിന് വേണ്ടിയിട്ടാണ്. അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വാദങ്ങൾ പറഞ്ഞിട്ട് അത് അദ്ദേഹത്തിൻ്റെ കവിത കേട്ടല്ലോ. അവിടുന്ന് ലെക്ചർ സിയാൽകോട്ട് വായിക്കുക. അതുപോലെ തന്നെ അതൊരു ജനങ്ങളുടെ മുമ്പാകെ പറയുന്നു. അത് മസീഹ് സ്വലാത്തു, ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഞാൻ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും 3 സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലും ഉപരിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഉമ്മത്തെ മുഹമ്മദിയ അവരുടെ മുൻ മഹാത്മാക്കൾ അവരും ഇത് സംബന്ധം എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ഷിയാ മഹാത്മാവ് ഇമാം അഹമ്മദ് സാദിഖ് റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിൻ്റെ മഹത്തായൊരു പ്രവചനമുണ്ട്. അൻവാർ ബിഹാറിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം മഹദി അവതരിക്കുമ്പോൾ കാബയിൽ അദ്ദേഹം കൈവച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ആദമിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഞാനാണ്, നൂഹിനെയും അതുപോലെ തന്നെ ഞാനാണ്, ഇബ്രാഹിം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിലിനെ കാണാൻ ആദ്യം ഞാൻ തന്നെയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവാചകന്മാരെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുകയും, എൻ്റെ ദാവത്ത് നിങ്ങൾ സ്വീകരിക്കുക, ഇമാം മഹദി ഇങ്ങനെ വിളംബരം ചെയ്യുന്നതായിരിക്കും, ഞാൻ നിങ്ങളെ പറയുന്നത് നിങ്ങളോട് അത് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് തെളിയുന്നത്, ഹദീസുകളിൽ നിന്ന് നമുക്ക് തെളിയുന്നത്, അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ വഹി മുഖേന തെളിയുന്ന ഒരു കാര്യമാണ്. മുൻകാല മഹാത്മാക്കളിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് യോഗം എന്ന് പറയുന്നത് അത് സാർവജനീനമായ ഒരു യോഗമാണ്. അള്ളാഹു എല്ലാ പ്രവാചകരുടെയും സവിശേഷത അദ്ദേഹത്തിൽ വെച്ചിട്ടുണ്ടാകും. ഇനി ഇതിൽ നിന്ന് മാറി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഹിന്ദു മതത്തിൽ വരാൻ പോകുന്ന വാഗ്ദത്ത കൽക്കി അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചും പറയുന്നിട്ടുള്ളത് അദ്ദേഹം സാർവജനീനായിരിക്കും. മഹാഭാരതത്തിൻ്റെ ഒന്നാം പർവ്വത്തിൽ വൻ പർവ് എന്ന് പറയുന്ന അതിലെ അധ്യായം അതിൽ പറഞ്ഞിരിക്കുന്നത് വരാൻ പോകുന്ന വാഗ്ദത്ത വ്യക്തി അദ്ദേഹം സദ്ധർമ്മ വിജയരാതെ ചക്രവർത്തി ഭവിഷ്യത്തി, അദ്ദേഹം വരുന്ന ആ ധർമ്മ വിജയി, അദ്ദേഹം രാജാവായിരിക്കും, അദ്ദേഹം ചക്രവർത്തിയായിരിക്കും. അതായത് ഏതെങ്കിലും പ്രദേശവുമായി പരിമിതപ്പെട്ടവനായിരിക്കില്ല, മറിച്ച് ഈ കവിതയിലും അതുപോലെ തന്നെ മറ്റെല്ലാ സാക്ഷ്യങ്ങളിലും നമുക്ക് പ്രകടമാകുന്നത് അത് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാത്രമല്ല, അത് സാർവജനീനമാണ്. ഔലിയാക്കളുടെയും പ്രവാചകന്മാരുടെയും ആ സിഫത്തുകളൊക്കെ അദ്ദേഹത്തിനുണ്ടാകുമെന്നാണ് അത് തെളിയുന്നത്. ജസാക്കുമുല്ലാഹ് ജസാ. പ്രേക്ഷകരെ, മറ്റൊരു ടെലിഫോൺ കോളർ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെടുന്നു. ഇന്ത്യയിൽ നിന്ന് ഖുറൈഷി അബ്ദുൽ ഹക്കീം സാഹിബ് ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും ഖുറൈഷി അബ്ദുൽ ഹക്കീം സാബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എൻ്റെ അപേക്ഷ ഇതാണ്, എന്താണ് അടയാളത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ്? ജസാക്കുമുല്ലാ. ഞാൻ ഹമീദ് കൗസർ സാഹിബിനോട് അപേക്ഷിക്കുന്നു. ചോദ്യം എന്താണ് അടയാളവും അത്ഭുതവും തമ്മിലുള്ള വ്യത്യാസം? ഇത് വെറും പ്രവാചകന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദാസന്മാർക്കും ഈ അടയാളങ്ങൾ നൽകപ്പെടുന്നുണ്ടോ എന്ന്? ജസാക്കല്ലാ. അത്ഭുതം
അല്ലെങ്കിൽ അടയാളം അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ആയ എന്നാണ് പറയുക. ആയത്തുൻ എന്ന് പറയുന്നത് അടയാളത്തിനെയാണ്. മുഅ്ജിസ അല്ലെങ്കിൽ അത്ഭുതം, അത് കറാമത്ത്, അതിനെ പോലെയുള്ള ഒരു അടയാളം കൊണ്ടുവരാൻ സാധിക്കാത്തൊരു കാര്യത്തിനെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. ചെറിയൊരു വ്യത്യാസം രണ്ടിനും തമ്മിലുണ്ട്. അടയാളം നിഷാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ചില വ്യക്തികളുടെ സത്യതയ്ക്ക് വേണ്ടിയിട്ട് വെളിപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് പറയുകയുണ്ടായി, ഇന്നലി മഹദീന ആയത്തുൻ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. നമ്മുടെ മഹദിക്ക് വേണ്ടിയിട്ട് 2 അടയാളങ്ങളുണ്ട് എന്ന്. ഇവിടെ ആയത്തുൻ എന്നുള്ള പദമാണ് വന്നിട്ടുള്ളത്. ഇവിടെ മുഅ്ജിസ എന്നുള്ള വാക്ക്, അത്ഭുതം എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല. ഇവിടെ അടയാളം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഇത് ആയാണ്, ഇതൊരു അടയാളമാണ്. ആയത്തുൻ അല്ലെങ്കിൽ അടയാളം എന്ന് പറയുന്നത് എന്തിനാണ്? അതിനെ കണ്ടുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു കാര്യത്തിനെയാണ് നാം വഴിയിൽ നടക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ അടയാളങ്ങൾ നമുക്ക് കാണാം, ഇന്ന സ്ഥലത്തേക്ക് പോകാൻ ഇന്ന വഴിയാണ് എന്ന്. ആയത്തുൻ അടയാളം എന്നുള്ളത് യഥാർത്ഥ സ്ഥലത്തേക്ക് എത്തുന്നതിനുള്ള ഒരു അടയാളമാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ചില സ്ഥലങ്ങളിൽ ചില വട്ടം നാം കാണുന്നു, അതിന് ആയത്ത് എന്ന് നമ്മൾ പറയുന്നു. ഇത് അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും അത് കണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം എത്തുന്നു. പിന്നെ മറ്റേത് മുഅ്ജിസ, അത്ഭുതം. അതിന് അർത്ഥം എന്നുള്ളത് അതിന് ഉദാഹരണം കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ, ചില കറാമത്തുകൾ അത് കാണിക്കുന്നതിൽ ജനങ്ങൾക്ക് സാധ്യമല്ല. അതിനെയാണ് കറാമത്ത് അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബറാഹിനി അഹമ്മദിയ അവിടുന്ന് എഴുതുകയുണ്ടായി, ഇത് ഒരു മുഅ്ജിസ, ഒരു അത്ഭുത പ്രവൃത്തിയായിട്ടാണ് അവിടുന്ന് കാണിച്ചുവെച്ചത്. ഇതിനെ ഉദാഹരണം കാണിച്ചു കൊണ്ടുവരിക എന്ന് അവിടുന്ന് വാദിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഹദ്റത്ത് മസീഹ് ഇസ്ലാം ജീവിതത്തിൽ അനവധിയുണ്ട്. അത് സംബന്ധമായിട്ട് ഒരു ചോദ്യവും ഈ ഒരു പരിപാടിയിലുണ്ട്, അതിൽ ഞാൻ വിവരിക്കുന്നതായിരിക്കും. ഇനി വേറെ ആരെങ്കിലും അടയാളം കാണിക്കാൻ സാധിക്കുമോ, അത്ഭുത പ്രവർത്തികൾ കാണിക്കുമോ എന്നുള്ളതിനുള്ള ചോദ്യം, അതിന് ഉത്തരം ഇതാണ്: അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ ഖലീഫമാർ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ച അതേ മുഅ്ജിസകൾ, അത്ഭുതങ്ങൾ അവർ കാണിക്കുന്നു. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിന് ശേഷം ഖലീഫത്തുൽ മസീഹ് അവ്വൽ, സാനി, ഇവരുടെ ജീവിതം നാം നോക്കുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ ദുആ സ്വീകാര്യതയുടെ സംഭവങ്ങൾ, അത് അത്ഭുതങ്ങൾ, മുഅ്ജിസയുടെ കറാമത്തിൻ്റെ വർണ്ണം അതിനുണ്ട്. ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് നസറല്ലാഹു നസ്റൻ അസീസാം, ഹുസൂറിൻ്റെയും പല സംഭവങ്ങൾ ദുആ സ്വീകാര്യതയുടെ ജനങ്ങൾ അത് വിവരിക്കുന്നു. അതെല്ലാം മുഅ്ജിസകളാണ്, അത്ഭുത പ്രവൃത്തികളാണ്. ഒരു ഡോക്ടർ പറയുകയുണ്ടായി, ഇനി ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന്. ഹുസൂർ തിരുമേനി ദുആ ചെയ്യുന്നു, അത് ഷിഫ നൽകപ്പെടുന്നു. ഡോക്ടർ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള രോഗം ഹുസൂർ തിരുമേനിയുടെ ദുആയുടെ മുഖാന്തരം, വെറും ദുആയുടെ ഫലമായി കൊണ്ട് ഷിഫ നൽകപ്പെടുന്നു. ഇത് അത്ഭുതമല്ലെങ്കിൽ മറ്റെന്താണ് അത്ഭുതം? അതുപോലെ തന്നെ ചിലവർ പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടിയിട്ട്, വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആയുടെ ഫലമായി കൊണ്ട് അവർക്ക് സഹായം ലഭിക്കുന്നു. ഇത് ഹുസൂർ തിരുമേനിയുടെ ഈ എല്ലാ സംഭവങ്ങളും നാം നോക്കുകയാണെങ്കിൽ അൽ ഫസലിൽ വരുന്ന, അതുപോലെ തന്നെ മറ്റുള്ള പരിപാടികൾ നാം കാണുമ്പോൾ ഹുസൂർ അയ്യദുല്ലാഹു തആല ഇബ്നു അസീസ് ദുആ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഫലമായി കൊണ്ട് അള്ളാഹു എങ്ങനെയാണ് ആ ദുആകളെ സ്വീകരിച്ചതെന്ന് നാം കാണുമ്പോൾ ഇത് നമുക്ക് കാണുന്നതാണ്. ജസാക്കുമുല്ലാ വ അഹ്സനുൽ ജസാ. അടുത്ത ചോദ്യം മൗലാന ഹമീദ് കോസർ സാഹിബിനോട് തന്നെയാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എല്ലാ നബിയുടെയും ശത്രുക്കൾ പറയുന്നത് ആ നബിയിൽ നിന്ന് ഒരു അത്ഭുത പ്രവൃത്തിയും കണ്ടില്ല എന്നാണ്. ഈ ഒരു ആക്ഷേപത്തിന് അവിടുന്ന് എന്താണ് ഉത്തരം നൽകിയത്? കാര്യം ഇതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ബറാഹിൻ അഹമ്മദിയ 5-ാം ഭാഗം, അതിൽ
ചില പ്രവചനങ്ങളെ സംബന്ധിച്ച് വിവരിച്ചിരിക്കുന്നു. കഴിഞ്ഞ 4 ഭാഗത്തിൽ വിവരിക്കപ്പെട്ട ആ പ്രവചനങ്ങളെ സംബന്ധിച്ച് അത് എങ്ങനെ പൂർത്തിയായി അതിനെ സംബന്ധിച്ച് ഹുദൂർ തിരുമേനി ബറാഹിന അഹമ്മദിയ 5-ാം ഭാഗത്തിൽ വിവരിച്ചിരിക്കുന്നു. അതിൻ്റെ വിഷയം നുസ്രത്തുൽ ഹക്ക് എന്നാണ് അതിൻ്റെ പേര് നൽകിയത്, അതിൻ്റെ നാമം നൽകിയിരിക്കുന്നത്. മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പണ്ഡിതന്മാർ അവരുടെ ആക്ഷേപമാണ് മസീഹ് ഇസ്ലാം ഒരു അത്ഭുതവും കാണിച്ചില്ല എന്ന്. ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ അത്ഭുതം ബറാഹിനെ അഹമ്മദിയെ രചിക്കപ്പെടൽ എന്നുള്ളതാണ്. 300 തെളിവുകൾ ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെയും സത്യതക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതക്കും അടിസ്ഥാനമായി കൊണ്ട് നൽകുകയുണ്ടായി, വിളംബരപ്പെടുത്തുകയുണ്ടായി. എന്തെല്ലാം തെളിവുകളാണ് ഞാൻ നൽകിയിരിക്കുന്നത്? ഏതെങ്കിലും മതസ്ഥൻ ഈ ഒരു തെളിവുകൾക്ക് എതിരെ തെളിവുകൾ സമർപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തെളിവുകളെ ഖണ്ഡിക്കുകയാണെങ്കിൽ ഞാൻ പ്രതിഫലം നൽകുന്നതാണെന്ന്. ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ റിവ്യൂ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി ആ കാലഘട്ടത്തിൽ റിവ്യൂ എഴുതുകയുണ്ടായി. ഇങ്ങനെയൊരു ഗ്രന്ഥം 1600 വർഷങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല എന്ന്. അപ്പം ഇത്ര വലിയൊരു അത്ഭുതം അവൻ്റെ കയ്യിലുണ്ട്, അത് മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയുടെ. എന്നിട്ട് എന്ത് കാര്യമാണ് ഇയാൾ പറയുന്നത്? ഹദ്റത്ത് മസീഹ് ഇസ്ലാം ബറാഹിനെ മതിയ 4 ഭാഗം അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരം ഇങ്ങനെയുള്ള ഹുദൂർ തിരുമേനി നൽകുകയുണ്ടായി. ബറാഹിന അഹമ്മദിയ 4 ഭാഗങ്ങളിൽ ഒരു പ്രവചനം അവിടുന്ന് പറയുകയുണ്ടായി. ബറാഹിന അഹമ്മദിയ 5-ൽ അതിൻ്റെ വിശദീകരണം നൽകുകയുണ്ടായി. പ്രവചനം ഇതാണ്: യഅതീക മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് യഅതൂന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നിന്റെ അടുത്തേക്ക് ദൂരത്തുനിന്ന് സമ്മാനങ്ങളും അതുപോലെ തന്നെ കാണിക്കകളും ജനങ്ങൾ കൊണ്ടുവരുന്നതാണ്. ജനങ്ങളുടെ ആധിക്യം കാരണം വഴികളിൽ കുഴി ഉണ്ടാവുന്നതാണെന്ന്. ആ കാലഘട്ടത്തിലാണ് തിരുമനസ് ഇത് വാദിച്ചത്, ഇതിൻ്റെ പ്രവചനം മുന്നോട്ട് വെച്ചത്. ആ സമയത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനെ അറിയുന്നവരാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഖാദിയാൻ എവിടെയാണ് എന്താണ് എന്ന് കൂടി അറിയില്ലായിരുന്നു. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാൻ ഇസ്ലാം ആരാണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഖാദിയാൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴുള്ള അവസ്ഥ ഇതാണ്. ഹുദൂർ തിരുമേനി പറയുന്നു, നിങ്ങൾ കാണുന്നില്ലേ എങ്ങനെയാണ് ജനങ്ങൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞത് എന്ന്? ഒരു വലിയ സംഘം തന്നെ എന്നിലേക്ക് അടുത്തു എന്ന്. എന്താ ഈ പ്രവചനം പൂർത്തിയായില്ലേ? ഈ അടയാളം എന്താ പൂർത്തിയായില്ലേ? ജനങ്ങൾ പറയുന്നു ഒരടയാളവും പൂർത്തിയായില്ല എന്ന്. എന്ത് കാര്യമാണ് ഇവർ പറയുന്നത്? ഹുദൂർ തിരുമേനിയെ സംബന്ധിച്ച് തന്നെ പറയുന്നു, അള്ളാഹു മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന് അറിവ് നൽകിയിരിക്കുന്നത്, ഞാൻ നിൻ്റെ സന്ദേശത്തെ ലോകത്തിൻ്റെ ഗുണങ്ങളോളം എത്തിക്കും. ഈ വാദം, ഈ ഒരു പ്രവചനം ഹുദൂർ തിരുമേനിയുടെ വീടിൻ്റെ മുന്നിൽ ഒരു മതിൽ കെട്ടിക്കൊണ്ട് അവിടുത്തെ വഴി തടയാൻ ശ്രമിച്ച ആ ഒരു കാലഘട്ടത്തിൽ പ്രവചിച്ച പ്രവചനമാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന DC പോലീസ് അവർ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഒപ്പം ആരും ഉണ്ടായിരുന്നില്ല. അള്ളാഹു അവിടുന്ന് അറിവ് നൽകുകയുണ്ടായി, പ്രവചനം നൽകുകയുണ്ടായി, ഞാൻ നിൻ്റെ സന്ദേശത്തെ ലോകത്തിൻ്റെ കോണുകളോളം എത്തിക്കുമെന്ന്. അള്ളാഹു പറഞ്ഞു, ഞാൻ മറ്റാരുമല്ല, ഞാൻ. നീ നിൻ്റെ ശക്തിയോടെ നിൻ്റെ കഴിവ് കൊണ്ട് ഒരിക്കലും എത്തിക്കാൻ നിനക്ക് സാധ്യമല്ല, പക്ഷെ ഞാൻ എത്തിക്കുന്നതാണ് എന്ന്. ഇന്ന് നാം ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, ഈ ഒരു ഇൽഹാമിന് ശേഷം എത്ര കാലഘട്ടം കടന്നു പോയിരിക്കുന്നു. എല്ലാ മതിലുകളും പൊളിഞ്ഞില്ലേ? എല്ലാ തടസ്സങ്ങളും നീക്കപ്പെട്ടില്ലേ? ലോകത്തിൻ്റെ കോണുകളോളം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സന്ദേശം എത്തിയില്ലേ? ഈ കാലഘട്ടത്തിൽ ഈ ഒരു ഇൽഹാമിൻ്റെ പൂർത്തീകരണം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദുല്ലാഹു തആല ബിൻ അസീസ് ആണ്. 100% ഈ ഒരു പ്രവചനം ആ അസ്തിത്വത്തിൽ പൂർത്തിയാകുന്നു. ലോകത്തിൻ്റെ കോണുകളോളം ഇത് അവിടെ നിന്ന് എത്തിക്കുന്ന സന്ദേശം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഹുസൂർ അയ്യുല്ലാഹു തആല ബിൻ അസീസ് ഖുതുബ നൽകുമ്പോൾ
ലോകത്തിൻ്റെ കോണുകളോളം ഈ ഖുത്ബ എത്തുന്നില്ലേ അതോ ഇല്ലയോ? എത്തുക മാത്രമല്ല, ലോകത്തിൻ്റെ കോണുകളോളം ഉള്ള അഹമ്മദികൾ വളരെ ശ്രദ്ധയോടെ ആ ഖുത്ബയെ കേൾക്കുന്നു. എന്താണ് കേട്ടത് അതിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. ഇന്നലെ നൽകിയ ഖുത്ബ തബൂക്കിനെ സംബന്ധിച്ച് സൂറ തൗബയുടെ തഫ്സീർ വിശദീകരിക്കുകയുണ്ടായി. ഇങ്ങനെ ഈ തഫ്സീർ ഒരു ഉദാഹരണമില്ലാത്ത തഫ്സീർ, എത്ര അധികം അതിൽ പാഠങ്ങളുണ്ടാകുന്നാൽ നാം ആ തെറ്റുകളെ വീണ്ടും ആവർത്തിക്കരുതെന്ന് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അലസത കാണിക്കരുത്, അലസത കാണിച്ചവരെ പോലെ നാം ആയിത്തീരരുത് എന്ന് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ചില അലസത കാണിച്ചവർ അള്ളാഹു അവർക്ക് ശിക്ഷ നൽകുകയുണ്ടായി. ഈ എല്ലാ ശത്രുക്കളും എത്ര തടസ്സങ്ങൾ അവർ ഉണ്ടാക്കിയുണ്ടായി എല്ലാ രാജ്യത്തും. അള്ളാഹു അവൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കിയോ ഇല്ലയോ നിങ്ങൾ നോക്കുക. ഞാൻ നിൻ്റെ സന്ദേശത്തെ ലോകത്തിൻ്റെ ഗുണങ്ങളും എത്തിക്കും. ഇന്ന് എത്തിക്കുന്നില്ലയോ ഇല്ലയോ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇവരുടെ മതിലുകൾ എവിടെ പോയി? എവിടെ പോയി ഇവരുടെ നിയമങ്ങൾ? ചില രാജ്യങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കിയുണ്ടായി, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എല്ലാം. എന്നിട്ട് കൂടി അള്ളാഹു എല്ലാ അഹമ്മദികളിലേക്കും എല്ലാ അനഹ്മദി സദ്വത്ര ജനങ്ങളിലേക്കും ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യുല്ലാഹു തആല മസിന്റെ തബ്ലീഗ് അത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഹുദൂർ തിരുമേനിയുടെ സന്ദേശം അത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏറ്റവും എത്ര വലിയ അടയാളമാണ് അള്ളാഹു കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർ ഇതിനെ നിഷേധിക്കുകയാണെങ്കിൽ എത്ര തടസ്സങ്ങൾക്ക് ശേഷവും തബ്ലീഗ് എല്ലാ സ്ഥലങ്ങളിലും തബ്ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ശത്രുതകൾ ഉണ്ടായിട്ട് കൂടി ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യുല്ലാഹു തആല മസീഹിന്റെ സന്ദേശം, മസീഹ് മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്ദേശം ലോകത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ അതിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവർക്ക് അത് കാണുന്നില്ല. ഇത് കണ്ടുകൊണ്ട് ചില സമയത്ത് അത്ഭുതപ്പെട്ടു പോകുന്നു. ഹസ്രത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കാലഘട്ടത്തിൽ ഈ മക്ക നിഷേധികൾ ഹുദൂർ തിരുമനസ് ഷേബ അബി താലിബിൽ ആയിരുന്നു, ബോയ്ക്കോട്ടിലായിരുന്നു. അവിടുന്ന് പറയുകയുണ്ടായി കാഫിരീങ്ങൾ ഒരു അടയാളം കാണിക്കുകയെന്ന്. ഞാൻ ദുആ ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു അടയാളം കാണിക്കുന്നതാണ് പറയുകയുണ്ടായി. അടയാളം കാണിക്കുകയുണ്ടായി. ശുദ്ധ ഖുർആനിൽ അതിനെ പറയുകയുണ്ടായി. ഇഖ്തറബത്തി സാഅത്തി വൻഷഖൽ ഖമർ വഇൻ യറൗ ആയതൻ യുരിസു വയഖൂലു സിഹ്റ മുസ്തമിർ. ചന്ദ്രൻ സമയം അടുത്തു വന്നു, ചന്ദ്രൻ പിളരുകയുണ്ടായി. അവർ കാണുകയാണ് ചന്ദ്രൻ പിളർന്നുവെന്ന്. പിളർന്നതായിട്ട് അവൻ കാണുന്നു. പക്ഷെ അവർ പറയുന്നു ഇത് ഒരു ഇന്ദ്രജാലമാണ് എന്ന് പറഞ്ഞു. ഇത് സിഹറാണ്, മുസ്തമിർ, ഇത് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇന്ദ്രജാലമാണ് എന്ന് അവർ പറയുകയുണ്ടായി. ഈ ശത്രുക്കൾ ഇന്നും ചില സമയത്ത് പറയുന്നു അത് ഇംഗ്ലീഷ് ഭരണകൂടത്തിൻ്റെ സഹായമാണ് എന്ന് പറയുന്നു. ചിലപ്പോൾ ഓരോ ഒഴിവുകഴിവുകൾ അവർ പറയുന്നു. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ അവർ ചോദ്യം ഉന്നയിക്കുന്നു. അള്ളാഹു വാഗ്ദാനം നൽകുകയുണ്ടായി, ഞാൻ എൻ്റെ സന്ദേശത്തെ ലോകത്തിൻ്റെ കോണുകുളം എത്തിക്കും. അള്ളാഹു ആത്മാക്കളെ ഈ ഒരു ജമാഅത്തിലേക്ക് കൊണ്ടുവരുന്നു. അള്ളാഹു അവൻ്റെ വാഗ്ദാനത്തെ പൂർത്തിയാക്കുന്നു. നിങ്ങൾ എന്ത് ആണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സൂറ സഫിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഇവർ ആ പ്രകാശത്തെ കെടുത്തിക്കളയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അവൻ പൂർത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇതാണ് ചുരുക്കത്തിൽ ഞാൻ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ആഗ്രഹിച്ചത്. അള്ളാഹു നോക്കുക, ആ കാലഘട്ടത്തിൽ തന്നെ ഇബ്രാഹിം അഹമ്മദിയ 5-ാം ഭാഗം എഴുതപ്പെട്ടപ്പോൾ ഹഖീഖത്തുൽ വഹീം അവിടുന്ന് എഴുതുകയുണ്ടായി. ഹുസൂർ തിരുമനസ് 16 ജൂലൈ 1906 എഴുതുകയുണ്ടായി. ഞാൻ അള്ളാഹുവിനാണിട്ട് പറയുന്നു, എൻ്റെ മുകളിൽ 3 ലക്ഷം അടയാളങ്ങൾ അള്ളാഹു എൻ്റെ മുകളിൽ ഇറക്കിയിരിക്കുന്നു, അത് പൂർത്തിയായിരിക്കുന്നുവെന്ന്. ഞാൻ ഓരോന്നോരോന്നായി പറയുകയാണെങ്കിൽ ഹസ്രത്ത് മസീഹ് ഇസ്ലാം അവരോട് പറയുകയുണ്ടായി, നിങ്ങൾ നോക്കുക, എൻ്റെ മുകളിൽ നിങ്ങൾ ഈ അക്ഷം ഉന്നയിക്കുന്നു.
ഈയൊരു ആക്രമം, ഇതിനെ ഉപേക്ഷിക്കുക, എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് പ്രാമാണികപരമായിട്ടുള്ള തെളിവുകൾ നൽകുന്നു. വിശുദ്ധ ഖുർആൻ്റെയും ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് തെളിവ് നൽകുന്നതാണ്. അതിനുശേഷം എന്നോട് അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളോട് ചോദിക്കുക, ഞാൻ അതിനെ കാണിച്ചു തരുന്നതാണ്. ഒരു ഒരു പ്രവചനവും അത് പൂർത്തിയാവാതെ പോയിട്ടില്ല. നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല ഇത് പൂർത്തിയായിട്ടില്ല എന്ന്. ഇത്ര വലിയ ചലഞ്ച് 1906 നൽകുകയുണ്ടായി. 3 ലക്ഷം അടയാളങ്ങൾ, കറാമത്തുകൾ അവിടുന്ന് പൂർത്തിയായി എന്ന് അള്ളാഹുവിനെ ആയിട്ടുകൊണ്ട് പറയുകയുണ്ടായി. ഹഖീഖത്തുൽ വഹി അത് പൂർത്തിയായിരിക്കുന്നു. എന്തുകൊണ്ട് അവർ വന്നില്ല? അത്ഭുതമാണെന്ന് പറയുക. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇത്ര വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു, എന്തുകൊണ്ട് അവർ മസീഹ് ഇസ്ലാമിൻ്റെ അടുത്ത് വന്നില്ല? ഒരു സംഘം അങ്ങനെ ആയിരുന്നു. മസീഹ് ഇസ്ലാമിൻ്റെ അടുത്ത് വന്നു. അവർ അടയാളങ്ങൾ ആവശ്യപ്പെട്ടു. അവർ കാണുകയും ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്യുകയുണ്ടായി. അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകുകയുണ്ടായി. അവരുടെ നിയ്യത്ത്, അവരുടെ ഉദ്ദേശം ഉത്തമമായിരുന്നു. അവർ ഇവിടെ സത്യമല്ലാതെ ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ അവർ ജമാഅത്ത് അഹ്മദിയെ പ്രവേശിക്കുകയുണ്ടായി. ഉദാഹരണത്തിൽ മൗലാന ബുർഹാനുദ്ദീൻ സാഹിബ് ജൈൽമി, അദ്ദേഹം വരികയുണ്ടായി, കാണുകയുണ്ടായി, ഇബ്രാഹിം അഹമ്മദിയെ വായിക്കുകയുണ്ടായി. മുഹമ്മദ് ഹുസൈൻ അലവി പോവുകയുണ്ടായി. ഫത്വയിൽ ഒപ്പിടാൻ വേണ്ടി പറയുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഒപ്പിടുകയില്ല, ഞാൻ ആദ്യം വായിച്ച് പഠിക്കുന്നതാണെന്ന് പറയുകയുണ്ടായി. അദ്ദേഹം വരികയും മസീഹ് ഇസ്ലാമിനെ കാണുകയും ചെയ്തപ്പോൾ സംഭവം വിവരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൗലാന ബുർഹാനുദ്ദീൻ സാഹിബിനെ സംബന്ധിച്ച് വരുന്നു, ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സൗദത്തിൽ ഇരിക്കുകയായിരുന്നു. ഹുസൂത്തിനൻസ് ചില വിശദീകരണങ്ങൾ പറയുകയായിരുന്നു, ചില ആത്മീയ വിശദീകരണങ്ങൾ പറയുകയായിരുന്നു. മൗലാന സാഹിബ് കരയാൻ തുടങ്ങി. ചില ആൾക്കാർ ചോദിക്കുകയുണ്ടായി, മൗലാന എന്ത് പറ്റിയെന്ന്. പറയുകയുണ്ടായി, ഹദീസിൽ പറയുന്നുണ്ട് ഇമാം മഹദി വരും, ആത്മീയ പ്രകാശം പുനരുജ്ജീവിപ്പിക്കുമെന്ന്, തഫ്സീർ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ബുർഹാനുദ്ദീൻ അങ്ങനെ തന്നെയാണ് എന്ന്. അതായത് അദ്ദേഹം തൻ്റെ എളിമ നോക്കുക, അത്ര വലിയ പണ്ഡിതനാണ്, പക്ഷേ ബുർഹാനുദ്ദീൻ ആ നിലയിൽ മോശപ്പെട്ട നിലയിൽ തന്നെയാണ് എന്ന് പറയുകയാണ് അദ്ദേഹം. ബുർഹാനുദ്ദീനും അവിടുന്ന് ബുർഹാനുദ്ദീൻ സാഹിബിനും വലിയ സ്ഥാനങ്ങൾ നൽകുകയുണ്ടായി. പക്ഷേ അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതമാണ് സത്പ്രകൃതമുള്ള ജനങ്ങളുടെ പ്രകൃതം എങ്ങനെയായിരിക്കും? ഉമർ അല്ലാഹു തആലാവിൻ്റെ പ്രകൃതം പോലെയുള്ള ജനങ്ങളും ഉണ്ടായിരുന്നു. അവർ സത്യത്തെ സ്വീകരിക്കുകയുണ്ടായി, ജമാഅത്ത് അഹ്മദിയിൽ പ്രവേശിക്കുകയുണ്ടായി. അബൂ ലഹബിൻ്റെ പ്രകൃതത്തിലുള്ള ആൾക്കാർ അവർ ദൂരപ്പെടുകയുണ്ടായി. ഞാൻ വളരെയധികം ബഹുമാനത്തോടുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്, ഞാൻ ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഇതിൽ ചിന്തിക്കുക, ദുആ ചെയ്യുക. ഈ ഒരു ശൃംഖല അള്ളാഹുൽ നിന്ന്, പ്രസ്ഥാനം അള്ളാഹുൽ നിന്നാണ്. ഇത് അള്ളാഹുൽ നിന്നല്ലെങ്കിൽ എപ്പോഴോ നശിച്ചു പോയേനെ. അസ്ലം പറയുന്നു, അള്ളാഹു തന്നെ എന്നെ നശിപ്പിച്ചു കളയുമായിരുന്നു, നിങ്ങൾക്ക് ഒന്നും പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അള്ളാഹു തന്നെ എന്നെ ഈ ലോകത്ത് നിന്ന് നശിപ്പിച്ചു കളയുമായിരുന്നു, ഞാൻ സത്യവാനല്ലെങ്കിൽ എന്ന് അവിടുന്ന് പറയുന്നു. അവൻ തന്നെ കഴിവുള്ളവനാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചിന്തിക്കുക, ഇത് സത്യമാണ്. ഏറ്റവും വലിയ കാര്യം ഇതാണ്, എല്ലാ മുസ്ലിം സംബന്ധിച്ച് നാം പഠിക്കുന്നു, എല്ലാ മുസ്ലിം വിഭാഗങ്ങളെ സംബന്ധിച്ചും ഖിലാഫത്ത് എന്നുള്ള ഒരു വ്യവസ്ഥിതി, ആത്മീയ വ്യവസ്ഥിതി, ദീനീ വ്യവസ്ഥിതി ലോകത്ത് ഒരിടത്തുമില്ല. ഇത് വെറും ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് മാത്രമാണ് ലോകത്തുള്ളത്. ഈ ഒരു അനുഗ്രഹം അത് വിതറിക്കൊണ്ടിരിക്കുകയാണ്. ആരാണോ ഇതിൽ നിന്ന് വിദൂരപ്പെട്ടിരിക്കുന്നത് വളരെയധികം ഹതഭാഗ്യനാണ്. അള്ളാഹുവിന് തൗഫീഖ് നൽകട്ടെ. ജസാക്കുമുല്ലാഹ് ജസാ. എൻ്റെ അടുത്ത ചോദ്യം മുഹത്തറം മൗലാന ഷേഖ് മുജാഹിദ് അഹമ്മദ് ശാസ്ത്രി സാഹിബിനായിട്ടാണ്. സയ്യിദ്ന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, കാര്യം വ്യക്തമാണ്, ഏതുപോലെ യഹൂദികൾ ഖിലാഫത്ത് ശൃംഖലയുടെ അവസാനിച്ചപ്പോൾ അവസാനം വന്ന ഈസായെ തള്ളിക്കളഞ്ഞതുപോലെ ഖിലാഫത്തിനെ മുസ്ലിങ്ങളും തള്ളിക്കളയുന്നതായിരിക്കും. ഇത് ആധുനിക കാലത്ത് മുസ്ലിങ്ങൾക്ക് നൽകിയ ഈ
ഉപദേശം അതൊന്ന് വിശദീകരിച്ചാലും. ജസാക്കുമുല്ലാ ഹസനുൽ ജസാ. ഉമ്മത്തെ മുഹമ്മദിയയുടെ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് ഹസ്രത്ത് ഈസ അലൈഹിസ്സലാം ആകാശത്ത് സ്ഥൂല ശരീരത്തോട് ജീവിച്ചിരിക്കുന്നു, 4ാമത്തെ ആകാശത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ്. അദ്ദേഹം തന്നെ അവസാന കാലത്ത് ആകാശത്ത് നിന്ന് ഇറങ്ങി വരും എന്നാണ്. ഉമ്മത്തെ മുഹമ്മദിയായിൽ ഒരു ഉമ്മത്തി എന്ന നിലയിൽ ഇസ്ലാഹിനും പരിഷ്കരണത്തിനായി നിയോഗിക്കപ്പെടുമെന്നാണ്. അഹമ്മദി പ്രസ്ഥാന സ്ഥാപകർ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് മസീഹ് മൗദ് മഹദി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ വഹിയും വിശുദ്ധ ഖുറാനും ഹദീസും ഉമ്മത്തിലെ മഹാത്മാക്കളുടെ വൈജ്ഞാനികവും ബുദ്ധിപരവുമായ തെളിവുകൾ മുഖേന സ്ഥാപിക്കുകയുണ്ടായി. അത് ഈസ അലൈഹി സ്വലാം വഫാത്തായി എന്ന്. ഇതിനു വേണ്ടി ഒന്നല്ല ഒരു വിശുദ്ധ ഖുർആനിൽ 30ഓളം ആയത്തുകൾ തെളിവ് ഉദ്ധരിച്ചു. ഇത് സംബന്ധമായി ഇതിന് സംബന്ധമായിട്ടുള്ള മറുപടി, ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇസാലോഹം എന്ന ഗ്രന്ഥത്തിൽ ഉസൂർ ചേർക്കുകയുണ്ടായി. ഈ കാര്യം തന്നെ അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ബറാന അഹമ്മദിയ 5ാം വാള്യത്തിലും ഒരു പുതിയ തെളിവോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഹവാല ഇതൊരു പുതിയൊരു രീതിയിലാണ് ഉസൂർ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമർത്ഥനത്തിൻ്റെ ചുരുക്കം ഇതാണ്. ബറാന അഹമ്മദിയ 5ാം വാള്യത്തിൽ ഇതുണ്ട്. അവിടുന്ന് പറയുന്നു, അത് മൂസ അലൈഹിസ്സലാം ഉമ്മത്തെ ബനി ഇസ്രായേൽ സെ ആയത്, ഇസ്രായേൽ ഉമ്മത്തിൻ്റെ നബിയായിരുന്നു. അദ്ദേഹം ശരീഅത്തുള്ള പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിന് 1400 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിലെ ഖാത്തമുൽ ഉലഫാ ഈസ അലൈഹിസ്സലാം ആഗതരായി. അദ്ദേഹത്തിൻ്റെ മസീലായിക്കൊണ്ട് അള്ളാഹു ആ ഉമ്മത്തിൻ്റെ തുടക്കത്തിൽ ബനി ഇസ്രായേലിൻ്റെ ഉമ്മത്തിന് ബനി ഇസ്മായിൽ അതിൻ്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അയച്ചു. അവിടുന്നും ശരീഅത്തുള്ള പ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ 1400 വർഷങ്ങൾക്ക് ശേഷം ഈ ഉമ്മത്തിൽ വരേണ്ടിയിരുന്ന മസീഹ് അദ്ദേഹം ഈ ഉമ്മത്തിൽ നിന്ന് വരേണ്ട ആളായിരുന്നു. മുമ്പ് ബനി ഇസ്രായേലിൻ്റെ ഉമ്മത്തിൽ അദ്ദേഹത്തിൻ്റെ മസീഹ് അദ്ദേഹത്തിൻ്റെ ആ ഉമ്മത്തിൽ നിന്ന് വന്നതുപോലെ വിശുദ്ധ ഖുർആൻ്റെ ആയത്തിൽ നിന്ന് അവിടുന്ന് സമർത്ഥിക്കുകയുണ്ടായി. അള്ളാഹു സ്വയം തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിറഔന റസൂല. നാം നിങ്ങളിലേക്ക് ഈ റസൂൽ, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിരിക്കുന്നു. ഷാഹിദൻ അലൈക്കും, അത് നിങ്ങൾക്ക് അദ്ദേഹം സാക്ഷിയാണ്. ഈ റസൂൽ എങ്ങനെയുള്ളതാണ്? കമാ അർസൽനാ ഇലാ ഫിറഔന റസൂല, അതായത് ഏതുപോലെ ഫിറഔൻ്റെ അടുക്കലേക്ക് ഒരു പ്രവാചകൻ അയച്ചുവോ. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയുന്നത്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ആകാശത്തിൽ നിന്ന് വരുന്ന ഈസാ നബിയെ കാത്തിരിക്കുന്നവരെ, നിങ്ങൾ ഈ ആയത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഈ ആയത്തിൽ നിന്ന് സ്ഥാപിതമാകുന്ന 2 ശൃംഖലകൾ നടക്കുന്നുണ്ടെന്നാണ്. ഒരു ശൃംഖല ബനി ഇസ്രായേലിന് അതിൻ്റെ തുടക്കത്തിൽ മൂസാ അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ സദൃശനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. ആ ഉമ്മത്തിൻ്റെ ബനി ഇസ്രായേലിൻ്റെ മസീഹ് ആ ഉമ്മത്തിൽ നിന്ന് തന്നെ വന്നു. അത് ഈസാ അലൈഹി സ്വലാം ആയിരുന്നു. അത് എന്നാൽ ഈ ഉമ്മത്തിലെ മസീഹ് ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കും, അല്ലാതെ ആകാശത്ത് നിന്ന് വരുന്നതല്ല. നിങ്ങൾ ആകാശത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശേഷത പിന്നെ എന്താണുള്ളത്? ഈ കാര്യമാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ പറയുന്നത്. സുറു പറയുന്നു, ഈ കാര്യം ബുദ്ധിയുള്ളവർക്ക് വ്യക്തമാണ്. ബനി ഇസ്മായിൽ നിന്ന് അള്ളാഹു ബനി ഇസ്രായേലിൻ്റെ ഒരു ശൃംഖല സ്ഥാപിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ഈ സിൽസില, ഈ ശൃംഖല എല്ലാ നിലയിലും ബനി ഇസ്രായേലിന് സാദൃശ്യമുള്ളതായിരിക്കും എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഹസ്രത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂസാ നബിക്ക് സദൃശനായി അവതരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിലെ അവസാനത്തെ ഖലീഫ ഈസാക്ക് സദൃശനായിരിക്കേണ്ടതുമാണ്. അതായത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അവസാനത്തെ ഖലീഫ ഈസാ നബി ആയിരുന്നു. അത് 1400 വർഷങ്ങൾക്ക് ശേഷം വന്നതാണ്. അതുപോലെ തന്നെ മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം പറയുകയുണ്ടായി. ഏതുപോലെ ആ ഉമ്മത്തിലെ ബനി ഇസ്രായേലിൻ്റെ ഉമ്മത്തിലെ വരുന്ന മസീഹിനെ നിഷേധിക്കുന്നവരെല്ലാം അധികം യഹൂദികളായിരുന്നു. ഇതേപോലെ യഹൂദികൾ മസീഹിനെ സ്വീകരിച്ചിട്ടില്ല, ഇന്നും അവർ നിഷേധിക്കുന്നവരാണ്. യഹൂദികൾ ഇന്നും ഈസാ നബി അലൈഹി സ്വലാമിനെ സ്വീകരിക്കുന്നില്ല. ഇതേപോലെ നിർഭാഗ്യവശാൽ വരാൻ പോകുന്ന
മസീഹി ഉമ്മത്തിൽ അദ്ദേഹത്തിനെയും നിഷേധിക്കുന്നവർ മുസ്ലിങ്ങളായിരിക്കും നിഷേധിക്കുന്നവർ. അതുകൊണ്ടാണ് അള്ളാഹു സൂറ ഫാത്തിഹയിൽ ആദ്യം തന്നെ പഠിപ്പിക്കുകയുണ്ടായി, ഗൈരിൽ മഖ്സൂബി അലൈഹിം വലദ്ദാലിൻ, ആമീൻ, നിങ്ങൾ മഖ്സൂബാകരുത്, നിങ്ങൾ സാലായി തീരരുത്. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിക്കുന്നു. ഇത് സംബന്ധമായിട്ട് ഇതിനെ സമർത്ഥിച്ചുകൊണ്ട് വ്യക്തമാണ്. മസീലെ മൂസയല്ല, അതായത് മസീലെ മൂസാക്ക് സദൃശനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി ഇസ്ലാം മൂസാ നബിയല്ല. അവസാന കാലഘട്ടത്ത് യഹൂദികൾ അവസാന കാലത്തെ യഹൂദികളും അവരുടെ മസീലായിരിക്കും, അവരുടെ സദൃശം. അതുപോലെ തന്നെ അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വിശദീകരിച്ചുകൊണ്ട് ഉപദേശം നൽകുന്നു. മുസ്ലിങ്ങൾ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ നോക്കുക, ആദ്യത്തെ പ്രസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, അത് ഉപദേശിച്ചുകൊണ്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ശൃംഖലയിൽ സംഭവിച്ചോ നിങ്ങൾ ചിന്തിക്കുക. ഈ ഉമ്മത്തിൽ നിന്നാണ് ഈ മസീഹ് വരേണ്ടത്. അള്ളാഹു ഈ ഉമ്മത്തിൽ നിന്ന് ഒരാളെയാണ് മസീഹാക്കാൻ അള്ളാഹു ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങൾ ആദ്യത്തെ ഈസായെ തന്നെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഉമ്മത്തിയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു നബിയെ ഉമ്മത്തിയാക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിനും ഒരു ഉമ്മത്തിനെ ഈസാമിൻ്റെ പദവി നൽകിക്കൊണ്ട് സാധിക്കുന്നതാണല്ലോ. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിശദീകരിച്ച് പറയുന്നത് ഹദീസുമായി ബന്ധപ്പെട്ട് ഹദീസിൽ പ്രത്യേകമായി വന്നിരിക്കും. ബുഖാരിയിൽ ഇമാമുക്കും മിൻകും, നിങ്ങളുടെ ഇമാം നിങ്ങളിൽ നിന്നുള്ളവരായിരിക്കും. ആ ഈസാ നബി വഫാത്തായിരിക്കുന്നു. നിങ്ങൾ ഏത് ഇമാം മഹദിയാണ് വരേണ്ടിയിരുന്നത്, അത് ഈ ഉമ്മത്തിൽ നിന്ന് വരേണ്ടതാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിലാണ് എല്ലാ മുസ്ലിങ്ങൾക്കും നന്മയുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മുസ്ലിങ്ങളോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക. അള്ളാഹു അവർക്ക് ഉൾക്കാഴ്ച നൽകുമാട്ടെ, അവരുടെ ഹൃദയത്തെ മൃദുവാക്കട്ടെ, ഈ ഉമ്മത്തിൻ്റെ മസീനെ അവർ സ്വീകരിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാ അഹ്സനുൽ ജസാ. പ്രേക്ഷകരെ, ഇതോടൊപ്പം ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ വിനീതൻ സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുന്നതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഓർമ്മിക്കുക, ഇമാമുസ്സമാൻ്റെ പദത്തിൽ നബി, റസൂൽ, മുഹദ്ദസ്, മുജദ്ദിദ് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഏതൊരാൾ പരിഷ്കരണത്തിനും അതുപോലെ തന്നെ ഹിദായത്തിനും വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടാത്തവർ, അവർക്ക് അതുപോലെ തന്നെ അത്തരത്തിലുള്ള കമാലത്ത് നൽകപ്പെടാത്തവർ, അവർ വലിയാണെങ്കിലും അബ്ദാലാണെങ്കിൽ ഇമാമാണെങ്കിൽ ഇമാം സമാൻ എന്ന് പറയപ്പെടുകയില്ല. എന്നാൽ ഇനി മറ്റൊരു ചോദ്യം, ഈ കാലഘട്ടത്തിൽ ഇമാം സമാൻ ആരാണ്? മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ വെളിപാടുള്ളവർക്കൊക്കെ ഇത്താഅത്ത് ചെയ്യാൻ നിർബന്ധമാക്കപ്പെട്ടവർ അതാരാണ്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ ഇമാം സമാൻ ഞാനാകുന്നു. എന്നിൽ എല്ലാ അടയാളങ്ങളും എല്ലാ നിബന്ധനകളും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഈ നൂറ്റാണ്ടിൻ്റെ തലക്കൽ അള്ളാഹുവിനെ നിയോഗിച്ചിരിക്കുന്നു. സറൂറത്തുൽ ഇമാം, റുഹാനി ഖസാൻ, വാള്യം 13, പേജ് 495. പ്രേക്ഷകരെ, ഇതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഈ വിഷയത്തെ നമ്മൾ തുടർന്നു പോകുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.